ശാന്തസുന്ദരമായ കേരളം, വർഗീയത കടന്നു വരാത്ത കേരളം, ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിൽക്കുന്ന നമ്മുടെ കേരളം, ആ നമ്മുടെ കേരളത്തിൻ്റെ ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിൻ്റെ എല്ലാ വേരുകളും മറുത്തുകൊണ്ട് ഇവിടെ വർഗീയത കുറ്റിച്ചെലുത്താൻ നടക്കുന്ന ഒരു വിഭാഗം, ഇതെല്ലാം ഈ സമൂഹം ചർച്ച ചെയ്യുകയാണ്. PV അൻവറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഇതിനു മുമ്പും ഇതിനു ശേഷവും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് PV അൻവർ മീഡിയ വണ്ണിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഈ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി ഞാൻ, അതല്ല തെറ്റ്, അതല്ല എന്റെ തെറ്റ്. എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇവരെ ബോധ്യപ്പെടുത്താൻ, ഈ EN മോഹൻദാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പാർട്ടി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോകും, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതിൽ ആർജവം എനിക്കുണ്ട്. ഇതും PV അൻവർ MLA തന്നെയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് രാവിലെയാണ് എന്നർത്ഥം. രാവിലെ അദ്ദേഹം മീഡിയ വണ്ണിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇങ്ങനെ വാക്യങ്ങൾ ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ, എനിക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? ഈ EN മോഹൻദാസ് പറഞ്ഞാൽ ആരാണ് EN മോഹൻദാസ്? മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് CPIM-ന്റെ. ഈ ജില്ലാ സെക്രട്ടറിയുടെ കീഴെയാണ് അദ്ദേഹം 2 തവണ MLA ആയത്. ഈ ജില്ലാ സെക്രട്ടറിക്ക് കീഴെയാണ് അദ്ദേഹം CPI-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എപ്പോഴെങ്കിലും PV അൻവർ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാൻ സമയമായി, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ശരി പോയി നിസ്കരിച്ചു വരൂ എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ കുറിച്ച് പേരെടുത്ത് പറയാൻ കഴിയുമോ PV അൻവർ MLA-ക്ക്? EN മോഹൻദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എപ്പോൾ പറഞ്ഞു എന്നുകൂടി വ്യക്തമാക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം PV അൻവർക്കുണ്ട്. ഇത് PV അൻവറുടെ കള്ളക്കളിയാണ്. രാവിലെ അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ പ്രീതി പറ്റാൻ വേണ്ടി നടത്തിയ അധര വ്യായാമം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങളുണ്ട്. KT ജലീൽ CPIM-ന്റെ ജാഥാംഗമായിരുന്നു. പിണറായി വിജയൻ നയിക്കുന്ന ജാഥയിലെ സ്ഥിരാംഗമായി പ്രവർത്തിച്ച ആളാണ് KT ജലീൽ. ആ KT ജലീൽ പറഞ്ഞിട്ടുണ്ട്, എവിടെ വെച്ചും നിസ്കരിക്കാൻ സമയത്ത് പള്ളിയിൽ പോകാൻ എനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു വിശ്വാസിയായി ഈ ജാഥയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. എന്തിനേറെ പറയുന്നു, വിവാദമായ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് നടന്ന പൊതുയോഗം. ആ പൊതുയോഗത്തിന്റെ വേദിയിൽ വെച്ച് ഒരാൾ നിസ്കരിക്കുന്നത് ലോകം കണ്ടതല്ലേ? ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? അദ്ദേഹത്തോട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഈ വേദിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? അങ്ങനെയൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. നേരത്തെ ഒരു മാധ്യമപ്രവർത്തകർ പ്രസ് TV-യിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. സമകാലിക മലയാളം വാരികയുടെ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ കീഴിലുള്ള സമകാലിക മലയാളം വാരികയുടെ പത്രാധിപ സമിതി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. AKG സെന്ററിൽ M സ്വരാജിനെ കാണാൻ പോയപ്പോൾ മഗ്രിബ് നിസ്കാരം AKG സെന്ററിൽ നടത്തിയ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരാളും തടസ്സം നിന്നിട്ടില്ല. AKG സെന്ററിലാണ് എന്നോർക്കണം. ഒരാളും അദ്ദേഹത്തെ ശല്യം ചെയ്യാനോ അദ്ദേഹത്തിന്റെ നിസ്കാരം മുടക്കാനോ തയ്യാറായിട്ടില്ല. അത് ഒരു ഭാഗത്ത് നടക്കുന്നു, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, അദ്ദേഹം നടത്തിക്കോട്ടെ, ആർക്കാണ് എതിർപ്പുള്ളത് എന്നാണ് AKG സെന്ററിലെ ജീവനക്കാരും AKG സെന്ററിൽ ആ സമയത്തുണ്ടായ പാർട്ടി നേതാക്കളും AKG സെന്ററിൽ അപ്പോഴെത്തിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും ഒക്കെ കണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പ്രസ് TV-യുടെ ഒരു വീഡിയോയിൽ തന്നെ വെളിപ്പെടുത്തലാണത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ കുറിച്ചാണ് PV അൻവർ പറയുന്നത്. 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ. EG മോഹൻദാസ് എന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ എനിക്ക് നിസ്കരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പച്ചക്കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നർത്ഥം. അതിലൂടെ PV അൻവർ ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടുക എന്നതാണ്. മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ തന്ത്രം. അതും മീഡിയ വൺ ചാനലിലൂടെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലൂടെയാണ് പറയുന്നത് എന്നോർക്കണം. ആ സമൂഹത്തിലേക്ക് അദ്ദേഹം പറയുകയാണ്, എനിക്ക് നിസ്കരിക്കാൻ പോലും അനുവാദം നൽകാത്ത പാർട്ടിയാണ് CPIM എന്ന് പറഞ്ഞ് ആ സമൂഹത്തിന്റെ അനുഭാവം നേടാനുള്ള ശ്രമം. അതോടൊപ്പം അദ്ദേഹം വർഗീയതയെക്കുറിച്ച് പറയും. അദ്ദേഹം ഇവിടെ പൊട്ടിത്തെറിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹം മറുനാടൻ മലയാളിക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചത് ഒറ്റ കാര്യത്തിലാണ്. തന്നെ വർഗീയവാദി എന്ന് വിളിച്ചു എന്ന്, എന്നെ മതരാഷ്ട്രവാദി എന്ന് വിളിച്ചു എന്ന്. ഇദ്ദേഹമല്ലേ ഏറ്റവും വലിയ വർഗീയവാദി? ആ വാക്കല്ലേ അദ്ദേഹം മീഡിയ വൺ ചാനലിനോട് രാവിലെ പറഞ്ഞത്. എന്നിട്ട് പിന്നീട് പറയുന്നു അദ്ദേഹം കേരളം
വർഗീയവാദം ഇല്ലാത്ത കേരളം, ആ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം കേരളം നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ സമൂഹ ശ്രദ്ധയിൽപ്പെടുത്തി നാട്ടിലാകമാനം നടക്കുന്ന പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായിസവും, നാട്ടിലെ പ്രമാദമായ കേസുകൾ, മാമി തിരോധനവും റിദാൻ വധക്കേസും അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുകയും പ്രതികളെ കണ്ടെത്താതിരിക്കുകയും കണ്ടെത്തിയ പ്രതികളെ ഒളിച്ചു വെക്കുകയും യഥാർത്ഥ കൊലയാളികൾക്ക് പകരം മറ്റാളുകളെ കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം, മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ, ചെറുപ്പക്കാരെ ജയിലിലടക്കുന്ന സ്ഥിതിവിശേഷം, ഒരു സമൂഹത്തിനാകെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം നമ്മൾ ഈ നാട് ചർച്ച ചെയ്യുകയാണ്. പ്രതികരണശേഷി നമ്മൾക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളീയ ജനസമൂഹത്തെ സംബന്ധിച്ച് രാജ്യത്ത് ഏറ്റവും സമ്പന്നപരമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് ജീവിക്കാൻ ആവശ്യത്തിലധികം പണമുള്ളവർ ഒരുപാടുണ്ട് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അനീതികൾ സമൂഹം ചർച്ച ചെയ്യാതെ പോവുകയാണ്. രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തും കാണാത്ത വിധം സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംസ്ഥാന തലം തൊട്ട് ജില്ലാതലം വരെയുള്ള എല്ലാ പാർട്ടികളിലെയും ചില നേതാക്കന്മാർ ഒന്നായി നിന്നുകൊണ്ട് അവർ തമ്മിൽ പല വ്യക്തിപരമായ കടപ്പാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കുകയും ഇതൊരു നെക്സസായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും നീതി കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ്. ഇത് വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ്. ശാന്തസുന്ദരമായ കേരളം, വർഗീയത കടന്നു വരാത്ത കേരളം, ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിൽക്കുന്ന നമ്മുടെ കേരളം, ആ നമ്മുടെ കേരളത്തിന്റെ ഈ മനുഷ്യസ്നേഹത്തിന്റെ, മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെ എല്ലാ വേരുകളും അറുത്തുകൊണ്ട് ഇവിടെ വർഗീയത കുറ്റിച്ചെലുത്താൻ നടക്കുന്ന ഒരു വിഭാഗം, ഇതെല്ലാം ഈ സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്നെ MLA ആക്കിയ നിലമ്പൂരിൽ നാളെ വൈകുന്നേരം ഞായറാഴ്ച 6:30 മണിക്ക് ചന്തക്കുന്നിൽ വെച്ച് ഒരു വിശദീകരണ യോഗം നടക്കുകയാണ്. ആ വിശദീകരണ യോഗത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ പരിസര പ്രദേശത്തെയും കക്ഷി രാഷ്ട്രീയത്തിന് ജാതിമത വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കൾക്ക് സന്തോഷത്തോടുകൂടി ഇവിടെ ഒന്നായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാനുള്ള ഈ പോരാട്ടത്തിന്റെ വിശദീകരണം നാളെ നിലമ്പൂരിൽ നടക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, ഈ ആശയത്തോടൊപ്പം നിൽക്കുന്ന, നാടിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും നിലമ്പൂർ ചന്തക്കുന്നിൽ നാളെ ഈ വിശദീകരണ യോഗത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇരട്ടമുഖം, ഇരട്ടത്താപ്പ്, PV അൻവർ എന്ന് പറയുന്ന ആളുടെ, രാഷ്ട്രീയ നേതാവിന്റെ, MLAയുടെ കപടമുഖം വലിച്ചു കീറുകയാണ് കേരളം ഇപ്പോൾ ചെയ്യുന്നത് എന്നർത്ഥം. അദ്ദേഹം ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ നഗ്നനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് ഇന്നത്തെ മീഡിയ വണ്ണോട് പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ വെളിപ്പെട്ടു. അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞത് എന്താണ് എന്ന് ആ ഒരൊറ്റ ഇന്റർവ്യൂവിൽ റദ്ദ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. ആ ഇന്റർവ്യൂ മാത്രം മതി എന്താണ് PV അൻവർ എന്ന് അറിയാൻ. എന്തൊക്കെയാണ് കഴിഞ്ഞ നാളുകളിൽ മറുനാടൻ മലയാളി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞത്, എന്തൊക്കെയാണ് കഴിഞ്ഞ നാളുകളിൽ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ്, PV അൻവറിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ.
ും